dear friends, welcome back to ARC Digital Learning Platform. നമുക്ക് ഇന്ന് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ തന്നെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഓക്കെ, ശരി. എന്താ പ്രോബ്ലം? 125 m square of area on ground is represented by 5 cm square on a plan. The representative fraction is dash. അതായത് ഗ്രൗണ്ടിൽ 125 m സ്ക്വയർ ഉണ്ടായിരുന്ന മീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്ന ഒരു ഏരിയ, ഞാനത് പ്ലാനിൽ എത്ര വരച്ചിരിക്കുന്നത്? 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഗ്രൗണ്ടിൽ ഒരു 125 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടാകുന്നതിനെ ഞാൻ ചെറുതാക്കി എൻ്റെ പ്ലാനിൽ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് കാണിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്ത സ്കെയിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഏതൊക്കെ സ്കെയിൽ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഉണ്ട്, എഞ്ചിനീയറിംഗ് സ്കെയിലൊക്കെ ഉണ്ട്. ഓക്കെ, ശരി. എന്താ നമ്മുടെ സ്കെയിലിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻ, ഗ്രൗണ്ട്. ഓക്കെ, പ്ലാനിലെ ലെങ്ത് ഗ്രൗണ്ടിലെ എത്ര ലെങ്തിന് ഇക്വലൻ്റ് ആണ്, ഇതല്ലേ നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത്. പ്ലാനിലെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ എത്ര യൂണിറ്റ് ലെങ്തിന് ഇക്വലൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. നോക്കിയേ, ലെങ്ത് പ്ലാനിലെയും ഗ്രൗണ്ടിലെയും ലെങ്തുകളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വേറെ ഒരു യൂണിറ്റും അല്ലെങ്കിൽ വേറെ ഒരു ഡയമെൻഷനും അല്ല നമ്മൾ കണക്ട് ചെയ്യുന്ന, ലെങ്തുകളാണ് കണക്ട് ചെയ്യുന്നത്. ലെങ്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഏരിയകൾ തമ്മിലല്ല സ്കെയിലിൽ കണക്ട് ചെയ്യുന്നത്. വോളിയവും അല്ല സ്കെയിലിൽ കണക്ട് ചെയ്യുന്നത്. സ്കെയിലിൽ കണക്ട് ചെയ്യുന്നത് ലെങ്തുകൾ തമ്മിലാണ്. ഓക്കെ, ലെങ്തുകൾ തമ്മിലാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പ്രോബ്ലത്തിനെ ഒന്ന് ഡീൽ ചെയ്യാനായിട്ട്. നോക്കിയേ, എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഗ്രൗണ്ടിൽ 125 m സ്ക്വയർ, പ്ലാനിൽ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അത് ഞാൻ ഇവിടോട്ടൊന്ന് എഴുതുക. ആദ്യം ഞാൻ ആരെഴുതാറുള്ളത്? പ്ലാനിനെയാണോ ഗ്രൗണ്ടിനെയാണോ എഴുതാറുള്ളത്? നമ്മളെപ്പോഴും പ്ലാനിലാണ് തുടങ്ങുന്നത്. അത് ഗ്രൗണ്ടിൽ എത്ര ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, പ്ലാനിൽ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഇതാ ശ്രദ്ധിച്ചോളണം. ഗ്രൗണ്ടിൽ 125 മീറ്റർ സ്ക്വയർ. യൂണിറ്റ് പറഞ്ഞിരിക്കുന്നല്ലേ. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? എഞ്ചിനീയർ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്കെയിൽ ആവണമെങ്കിൽ ഇവിടെ സെൻറ്റിമീറ്ററേ പാടുണ്ടായിരുന്നുള്ളൂ, ഇവിടെ മീറ്ററേ പാടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ സ്ക്വയറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്കിതിനെ ഒരു സ്കെയിലായിട്ട് പറയാൻ പറ്റത്തില്ല. നോക്കി, ഇതിനെ ഞാൻ ഒരേ യൂണിറ്റിലേക്ക് കൊണ്ടുവരാൻ പോവുക. ഒരേ യൂണിറ്റിലേക്ക് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 125 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീറ്ററിനെ മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? മീറ്റർ സ്ക്വയർ. ഓക്കെ, വെറുതെ ഒരു മീറ്റർ കിടന്നാൽ എന്താണ്? അതൊരു 1 മീറ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. ഇവിടെയും എന്താണ്? ഇതൊരു 1 മീറ്റർ ആണ്. ഓക്കെ, അതിനെ ഒന്ന് മാറ്റാൻ നമുക്ക് സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്കല്ലേ കൊണ്ടുവരാനുള്ളത്. 125 ഇൻറ്റു 1 മീറ്ററിന് വരെ ഞാൻ 100 സെൻറ്റിമീറ്റർ എഴുതുന്നു. ഈ 1 മീറ്ററിന് പകരം ഞാൻ വീണ്ടും 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നു. ഓക്കെ, ശരി. ഇപ്പോൾ ഇതെന്തായി? 125. ഈ 2 0 0 0, ഈ 2 0 0 0, സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ എന്തായി? സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി അല്ലേ. അതായത് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 125 1 2 3 4 0 1 2 3 4 0 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഇക്വലൻ്റ് ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതാ നോക്കിയേ, നമുക്ക് എപ്പോഴും ഇവിടെ എന്താ വേണ്ടേ? ലെഫ്റ്റ് സൈഡിൽ 1 അല്ലേ വേണ്ടത്. 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഞാനിവിടെ എന്ത് എഴുതുന്നു? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആവാൻ എന്ത് ചെയ്താൽ മതി? ഈ 5 ഒന്നാവാൻ ഞാൻ എന്ത് ചെയ്യണം? 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ടുവിൻ്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ എന്ത് ചെയ്യണം? ഒരേ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. 125 ഡിവൈഡ് ബൈ 5. 125 ഡിവൈഡ് ബൈ 5 എത്ര ഉത്തരം കിട്ടുന്നത്? 5 10 തവണ ആകുമ്പോൾ എത്ര കിട്ടി? 50. 20 തവണ ആയപ്പോൾ എത്ര കിട്ടി? 100. ഓക്കെ, ഇനി 25 കൂടെ കിട്ടണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? 10ൻ്റെ പകുതി 5 കൂടി എടുക്കുക. സോ 10
20, 25. ഇതിൻ്റെ ആൻസർ എത്ര? 25 കിട്ടി. ബാക്കി എത്ര ഉണ്ട്? 1, 2, 3, 4, 0 സെൻറ്റിമീറ്റർ സ്ക്വയർ കൊടുക്കുക. എല്ലാം ഒരേ യൂണിറ്റ് ആയി. ഇനി ഒരേ ഒരു കാര്യം കൂടി നമ്മളങ്ങ് നോക്കിയാൽ മതി. എന്താ? ഇവിടെ ഒരു ലീനിയർ മെഷർമെൻറ്റ് കിട്ടണം. ലീനിയർ സെൻറ്റിമീറ്റർ സ്ക്വയർ മാറി സെൻറ്റിമീറ്റർ ആവണം. ഇവിടെയും സെൻറ്റിമീറ്റർ സ്ക്വയർ മാറി എന്താവണം? സെൻറ്റിമീറ്റർ ആവണം. സ്ക്വയർ മാറാൻ എന്തെടുത്താൽ മതി? അപ്പുറം ഇപ്പുറവും റൂട്ട് എടുത്താൽ മതി. സോ റൂട്ട് ഓഫ് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25, 1, 2, 3, 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പുറം ഇപ്പുറവും ഞാൻ എന്ത് ചെയ്തു? മൊത്തത്തിൽ റൂട്ട് എടുത്തു. ഓക്കെ, 1ന്റെ റൂട്ട് എത്ര? 1 തന്നെയാണ്. സെൻറ്റിമീറ്റർ സ്ക്വയറിന്റെ റൂട്ട് എത്ര? സെൻറ്റിമീറ്റർ. ഓക്കെ, 25ന്റെ റൂട്ട് എത്ര? 5. 1, 2, 3, 4 4 0 ഉണ്ട്. റൂട്ടിന് പുറത്ത് വരുമ്പം അത് 2 0 ആവും. സെൻറ്റിമീറ്റർ സ്ക്വയറിന്റെ റൂട്ട് എത്ര? സെൻറ്റിമീറ്റർ. സോ നമുക്ക് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് പോവാം. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 500 സെൻറ്റിമീറ്ററിന് ഇക്വലന്റ് ആണ്. ഇതാ ഇവിടെയും അപ്പുറവും ഇപ്പുറവും നമുക്ക് ലെങ്ത് കിട്ടി. സ്ക്വയർ മാറിയിട്ട് ലെങ്ത് ആയി. ഇനി എനിക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് പോവാം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 1/500. ഓക്കെ, 1/500. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം. 1/500 ഓപ്ഷനിലുണ്ടോ? 1/500. നോക്കിയേ, ഈ ഉത്തരങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1/25, 1, 2, 3, 4 4 0. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നമുക്കിവിടെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25, 4 0. ഇവിടെ വെച്ച് ചെയ്താൽ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ഓപ്ഷൻ എ അതാണ് കാണിച്ചിരിക്കുന്നത്. 1/25, 4 0. കണ്ട, ഇവിടെ വെച്ച് തെറ്റി. ചിലപ്പോൾ എന്ത് സംഭവിക്കാം? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ നിങ്ങൾ എടുത്തപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിഞ്ഞു പോയാൽ ആ ഉത്തരവും എവിടെ ഉണ്ട്? ഇതാ നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ അങ്ങനെ ആയിരിക്കും ഡിസൈൻ ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ചത് ബി ആണ് അല്ലേ? 1/500. 1/500. ആ ഒരു ടെൻഷനിൽ 500 മാറി, 1/500 മാറി 500 എടുക്കാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, സോ നമ്മളെപ്പോഴും ഒന്ന് കെയർഫുള്ളായിട്ട് ഓപ്ഷനുകൾ കൂടി നോക്കുക. ഓപ്ഷൻ കുത്തുന്നതിന് മുമ്പേ ബാക്കി ഓപ്ഷനുകളുടെ ആ ഒരു പാറ്റേൺ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരുപോലത്തെ നമ്പറുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുത്തുന്നതിന് മുമ്പ്, ഓപ്ഷൻ കുത്തുന്നതിന് മുമ്പ് ഒരു തവണ 1 സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ശരി. അതാണ് നമ്മളിവിടെ നോക്കിയത്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ ഒരു കൺസെപ്റ്റ്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തതായി നമുക്ക് ഷങ്ക് ഫാക്ടർ വരുന്ന ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. ഓക്കെ, ഏരിയ ഓഫ് ദി പ്ലാൻ ഓഫ് ആൻ ഓൾഡ് സർവേ പ്ലോട്ടഡ് ടു എ സ്കെയിൽ ഓഫ് 10 meter to 1 centimeter now measures as 100.2 centimeter square as found by a planimeter. The plan is found to have shrunk so that a line originally 10 centimeter long now measures 9.7 centimeter only. Find shrunk factor, shrunk scale and true area of survey. Okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. The area of the plan of an old survey plot. ഓൾഡ്, മുമ്പ് എപ്പോഴോ നമ്മൾ വരച്ച ഒരു സർവേ പ്ലോട്ടാണ്. ഓക്കെ, ഓൾഡ് ആണ്, മുമ്പ് എപ്പോഴോ വരച്ച ഒരു സർവേ പ്ലോട്ടാണ്. ടു എ സ്കെയിൽ ഓഫ് 10 meter to 1 centimeter. അന്ന് വരച്ചപ്പോൾ 10 meter to 1 centimeter അന്ന് ആദ്യമായി വരച്ചപ്പോൾ. സോ ഇത് നമ്മുടെ എന്താണ്? ഒറിജിനലി വരച്ച സ്കെയിലാണ്. ഒറിജിനൽ സ്കെയിലാണ്. ഓക്കെ, നൗ മെഷേഴ്സ്, ഇപ്പോൾ മെഷർ ചെയ്യുന്നു. നൗ മെഷേഴ്സ് 100.2 centimeter square ആൻഡ് ഫൗണ്ട് ബൈ എ പ്ലാനിമീറ്റർ. ഇത് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു വാക്കാണ്. എന്താണ് ഈ പ്ലാനിമീറ്റർ? അതൊന്ന് ഓർത്ത് വെച്ചോ. എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാപ്പ് ഉണ്ട്. ആ മാപ്പിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാനായി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? പ്ലാനിമീറ്റർ. ഇത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനായി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന്? പ്ലാനിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ത്? പ്ലാനിമീറ്റർ. ഓക്കെ, ദ പ്ലാൻ ഈസ് ഫൗണ്ട് ടു ഹാവ് ഷ്രങ്ക് സോ ദാറ്റ് ദ ലൈൻ ഒറിജിനലി 10 centimeter. ഒറിജിനലി 10 centimeter ഉണ്ടായിരുന്ന എന്തായി? ഷ്രങ്കായി. നൗ മെഷേഴ്സ് 9.7 centimeter only. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഷ്രങ്ക് ഫാക്ടർ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? ഷ്രങ്ക് ഫാക്ടർ.
ഓക്കെ, എന്താ ഷ്രങ്ക് ഫാക്ടറിന്റെ ഇക്വേഷൻ? ഷ്രങ്കായ ഫാക്ടർ. ഓക്കെ, ഷ്രങ്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഷ്രങ്ക് ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. നോക്കി, ഇത് നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലേ. എന്താ, ഒറിജിനൽ എന്ന് പറയുന്ന മേളിൽ, ഷ്രങ്ക് എന്ന് പറയുന്ന താഴെ വരും. നോക്കി, ഷ്രങ്കായ ഫാക്ടർ ആണല്ലേ, ചുരുങ്ങിയ ഫാക്ടർ. സോ ചുരുങ്ങിയ മീൻസ് ചെറുതായ, ഒന്നിനേക്കാൾ ചെറുതായ ഒരു സംഖ്യയായിരിക്കും എനിക്കിവിടെ കിട്ടാനുള്ളത്. ഒന്നിനേക്കാൾ ചെറുതായ സംഖ്യ കിട്ടണമെങ്കിൽ മുകളിലത്തെ സംഖ്യ ചെറുതും താഴത്തെ സംഖ്യ വലുതുമായിരിക്കണം. അതായത് ഷ്രങ്ക് ലെങ്ത്, ചെറിയ ലെങ്ത് മുകളിൽ വന്നാൽ മാത്രമേ എനിക്ക് എന്ത് പറ്റൂ, ഒന്നിനേക്കാൾ ചെറിയ ഒരു സംഖ്യ ഇവിടെ ഉത്തരമായിട്ട് കിട്ടത്തുള്ളൂ. സോ ഇനി നമുക്ക് തിരിഞ്ഞു പോകില്ല. ഇത് തിരിഞ്ഞു വന്നാൽ എന്ത് സംഭവം? കിട്ടുന്ന ഉത്തരം ഒന്നിനേക്കാൾ വലുതായി പോകും. സോ നമുക്ക് ഇനി അത് ആ തെറ്റ് പറ്റത്തില്ല. ശരി, നോക്കാം, നമുക്ക് ഷ്രങ്ക് ഫാക്ടർ കണ്ടുപിടിച്ച് നോക്കാം. ഷ്രങ്ക് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഷ്രങ്കായ ലെങ്ത്, ഷ്രങ്കായ ശേഷം എത്രയുണ്ട്? ഷ്രങ്കായ ശേഷം ഒറിജിനലി 10 ഉണ്ടായിരുന്നു, നൗ മെഷേഴ്സ് 9.7. 9.7 ഉള്ളൂ. ഒറിജിനലി എത്ര ഉണ്ടായിരുന്നു? 10 ഉണ്ടായിരുന്നു അല്ലേ. ശരി, അപ്പം ഷ്രങ്കായ ലെങ്ത് എന്ന് പറയുന്നത് എത്ര? 9.7 സെന്റിമീറ്റർ. 9.7 സെന്റിമീറ്റർ. ഒറിജിനൽ ലെങ്ത് എത്ര ആയിരുന്നു? 10 സെന്റിമീറ്റർ. ഓക്കെ, രണ്ടുകൂടെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എത്ര കിട്ടി എനിക്ക്? ഷ്രങ്ക് ഫാക്ടർ 0.97 എന്ന് കിട്ടി. ഓക്കെ, 0.97 എന്ന് നമുക്ക് ആദ്യത്തെ ഉത്തരം കിട്ടി. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. എന്താ കണ്ടുപിടിക്കാനുള്ള? ഷ്രങ്ക് സ്കെയിൽ. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന സ്കെയില് മാറി, ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഷ്രങ്ക് സ്കെയിലായി. അതെങ്ങനെ കണ്ടുപിടിക്കുക? നോക്കിയേ, രണ്ടാമത്തത് ഷ്രങ്ക് സ്കെയിൽ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താ? ഷ്രങ്ക് ഫാക്ടർ ലെങ്തുമായിട്ട് എന്ത് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടോ, എന്ത് റിലേഷൻ ഷ്രങ്ക് ഫാക്ടർ ലെങ്തുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ, അതേ റിലേഷൻ തന്നെയായിരിക്കും എന്ത് സ്കെയിലും കീപ്പ് ചെയ്യുക. ഓക്കെ, അതേ റിലേഷൻ തന്നെയായിരിക്കും സ്കെയിലും കീപ്പ് ചെയ്യുക. ഓക്കെ, ശരി, അപ്പോൾ നമുക്കത് എഴുതാം. ഷ്രങ്ക് ഫാക്ടർ ഈസ് ഈക്വൽ ടു, നോക്കിയേ, ഷ്രങ്ക് ലെങ്ത്, അതിന് പകരം നമ്മളിവിടെ എന്ത് എഴുതണം? ഷ്രങ്ക് സ്കെയിൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്തിന് പകരം ഞാൻ ഇവിടെ എന്ത് എഴുതണം? ഒറിജിനൽ സ്കെയിൽ എന്ന് എഴുതണം. ഓക്കെ, ഒറിജിനൽ സ്കെയിൽ എന്ന് ഞാനിവിടെ എഴുതി. ഓക്കെ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഷ്രങ്ക് ഫാക്ടർ എത്ര കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? 0.97 ഈസ് ഈക്വൽ ടു ഷ്രങ്ക് സ്കെയിൽ. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഷ്രങ്ക് സ്കെയിൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ സ്കെയിൽ. ഞാൻ ഇതിനെ ജസ്റ്റ് ഈ കണ്ടുപിടിക്കാനുള്ള ആളിനെ മാത്രം അവിടെ ഇടുന്നു, ബാക്കിയുള്ളവരെല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇതിനെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താ? 0.97 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഒറിജിനൽ സ്കെയിൽ ഈസ് ഈക്വൽ ടു ഷ്രങ്ക് സ്കെയിൽ. ഓക്കെ, ശരി. എന്താ നമ്മുടെ ഒറിജിനൽ സ്കെയിൽ? ഇനി നമുക്ക് ഒറിജിനൽ സ്കെയിൽ കണ്ടുപിടിക്കുക. ഒറിജിനൽ സ്കെയിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കിയേ, a 10 meter to 1 centimeter now. Scale of 10 meter to 1 centimeter. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 10 മീറ്റർ വലിയ സംഖ്യ ആദ്യം തന്നിരിക്കുന്നു, 1 സെന്റിമീറ്റർ ചെറിയ സംഖ്യ ആദ്യം തന്നിരിക്കുന്നു. ഇതെങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പ്ലാൻ ഈസ് ടു ഗ്രൗണ്ട് ആണോ അതേ ഗ്രൗണ്ട് ഈസ് ടു പ്ലാൻ ആണോ പറഞ്ഞിരിക്കുന്നത്? നോക്കി, വലുതല്ലേ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യം ഗ്രൗണ്ടിലെ അളവാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ശരിയാ, നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഗ്രൗണ്ടിലെ അളവാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എത്ര? 10 മീറ്റർ. അത് പ്ലാനിൽ എത്ര എന്ന് പറഞ്ഞിരിക്കുന്നു? എത്ര? 1 സെന്റിമീറ്റർ. ഇങ്ങനെയല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. ഗ്രൗണ്ടിൽ 10 മീറ്റർ, പ്ലാനിൽ 1 സെന്റിമീറ്റർ ആണ്. നമുക്കൊന്ന് നോക്കാം. ഒറിജിനലി 10 മീറ്റർ, ഗ്രൗണ്ടിലെ 10 മീറ്റർ എന്ന് പറയുന്നത് പ്ലാനിലെ 1 സെന്റിമീറ്റർ ആണ്. അത് ഞാനിവിടെ എഴുതി. ഓക്കെ, ഗ്രൗണ്ടിലെ 10 മീറ്റർ എന്ന് പറയുന്നത് പ്ലാനിലെ 1 സെന്റിമീറ്റർ ആണ്. നോക്കിയേ, എപ്പോഴും നമ്മൾ സ്കെയിൽ എഴുതാനുള്ള എന്താ? പ്ലാൻ ടു ഗ്രൗണ്ട് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാൻ ടു ഗ്രൗണ്ട് ആക്കുക. ഓക്കെ, പ്ലാനിൽ എത്ര? 1 സെന്റിമീറ്റർ. അതവിടെ എഴുതുക. 1 സെന്റിമീറ്റർ. ഗ്രൗണ്ടിൽ എത്ര? 10 മീറ്റർ. ഓക്കെ, ഞാൻ ഇതിനെ
റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക. നമുക്ക് എപ്പോഴും പ്രോബ്ലം ചെയ്യാനായിട്ട് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിൽ ചെയ്യുന്നതായിരിക്കും ഈസി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നു. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ അർത്ഥം എന്താ, അപ്പുറം ഇപ്പുറം ഒരേ യൂണിറ്റ് ആയിരിക്കണം. ഞാനിപ്പോൾ ഈ 10 മീറ്ററിനെ കൂടെ എന്തിലേക്ക് മാറ്റണം, സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മീറ്റർ എന്നാണ്. ഓക്കെ, 10 ഇൻറ്റു ഈ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 1000 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. സോ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എത്ര, therefore ഒറിജിനൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്ര, 1/1000 ആണ്. 1/1000. ഓക്കെ, അപ്പോൾ ഒറിജിനൽ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു, 1/1000. ഇതാ അതിന് നമുക്ക് ഈ ഇക്വേഷനിലെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 0.97 ഇൻറ്റു ഒറിജിനൽ സ്കെയിൽ എത്ര, 1/1000 ഇസ് ഈക്വൽ ടു ഷ്രങ്ക് സ്കെയിൽ. ഓക്കെ, ഇതെത്ര വരും, 1/1000. ഇതിനെ ഇങ്ങനെ താഴെ കൊണ്ടുവരാം അല്ലേ, 0.97 ഈസ് ഈക്വൽ ടു ഷ്രങ്ക് സ്കെയിൽ. ഓക്കെ, ഇതൊന്ന് കണക്ക് ചെയ്തെടുത്താൽ എത്ര കിട്ടുന്നു നമുക്ക്, which is equal to 1/1030.9 എന്ന് കിട്ടുന്നു. 1/1030 ഷ്രങ്ക് സ്കെയിൽ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പാർട്ട്. നോക്കാം, ഷ്രങ്ക് ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു, ഷ്രങ്ക് സ്കെയിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രൂ ഏരിയ ഓഫ് സർവേ. ഓക്കെ, ആ മാപ്പിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. നൗ മെഷേർഡ് ആസ് 100.2. ഇപ്പോൾ 100.2 ആണ് ഉള്ളത്. എപ്പോൾ ഷ്രങ്ക് ആയതിനു ശേഷം, ആദ്യം വരച്ചപ്പോൾ എന്തോ ഉണ്ടായിരുന്നു, ഷ്രങ്ക് ആയതിനു ശേഷം എത്രയേ ഉള്ളൂ, 100.2 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഷ്രങ്ക് ആവുന്നതിന് മുമ്പേ ഉള്ളത് എത്രയെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഒറിജിനൽ എത്ര, ഓക്കെ, ഒറിജിനൽ എത്ര, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഷ്രങ്ക് ആയതുകൊണ്ട് ഷ്രങ്ക് റേഷ്യോ, ഷ്രങ്ക് ഫാക്ടറിനെ നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് ഏരിയ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ എന്താ നമ്മുടെ ഷ്രങ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഷ്രങ്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇതേ ഒരു റിലേഷൻ ഏരിയയിൽ കീപ്പ് ചെയ്തേ, ഷ്രങ്ക് ഏരിയ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ. ഓക്കെ, നോക്കിയാൽ ലെങ്ത് ഏരിയ ആവണം. അതായത് ലീനിയർ മെഷർമെന്റ് ഏരിയയുടെ മെഷർമെന്റിലേക്ക് പോയി, അതായത് അതിന്റെ സ്ക്വയർ ചെയ്യേണ്ടി വരും അല്ലേ. ലെങ്ത് എന്ന് പറയുമ്പോൾ സെന്റിമീറ്ററിലാണ്, ഏരിയയിലേക്ക് വരുമ്പോൾ എന്താവും, സെന്റിമീറ്റർ സ്ക്വയറിലേക്കാവും. അപ്പോൾ എന്താ, ഏരിയ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാനുള്ളത് ഷ്രങ്ക് ഫാക്ടറിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ, ഒറിജിനൽ ഏരിയ അല്ലേ. സോ ഇതിന് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഒറിജിനൽ ഏരിയ ഇൻറ്റു ഷ്രങ്ക് ഫാക്ടറിന്റെ സ്ക്വയർ, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഓക്കെ, ഈക്വൽ ടു ഷ്രങ്ക് ഏരിയ. ഓക്കെ, എല്ലാം നമുക്കറിയാമല്ലോ, ഒറിജിനൽ ഏരിയയിലെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് അതുപോലെ എഴുതാം, ഒറിജിനൽ ഏരിയ ഇൻറ്റു ഷ്രങ്ക് ഫാക്ടർ എത്ര ആയിരുന്നു, 0.97. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ സ്ക്വയർ കൺസിഡർ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു ഷ്രങ്ക് ഏരിയ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, 100.2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ അപ്പുറത്തോട്ട് പോയാൽ മതി. ഒറിജിനൽ ഏരിയ ഈസ് ഈക്വൽ ടു 100.2 ഡിവൈഡ് ബൈ 0.97 സ്ക്വയർ. എത്ര കിട്ടുന്നു, ഇത് നമുക്ക്
106.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇതാ നോക്കിയേ, ഒറിജിനൽ ഏരിയ 106.5 എന്ന് കിട്ടി. ഷ്രങ്ക് ആയതിനു ശേഷം 100.2 നോക്കി. ഒറിജിനൽ 106 ഉണ്ടായിരുന്നു. ഷ്രങ്ക് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഏരിയ ചെറുതായി. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഒറിജിനൽ ഏരിയ എത്രയുള്ളത്? 106.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒറിജിനൽ ഉണ്ടായിരുന്നത്. അത് ഷ്രങ്ക് ആയതിനു ശേഷം എത്രയായിട്ട് മാറി? 100.2 മാറിയിട്ടുണ്ട്. ഓക്കെ, ശരി. ഇതാണ് ഷ്രങ്ക് ഫാക്ടറിന്റെ ലെങ്ത് വരുമ്പോഴുള്ള കൺസെപ്റ്റ് നമ്മൾ നോക്കി. അതുപോലെ ഷ്രങ്ക് ഫാക്ടറിന്റെ ഏരിയ വരുമ്പോഴുള്ള കൺസെപ്റ്റ് നോക്കി. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തരുന്നു. ഇതെന്ന് പറയുന്ന പ്ലാനിലുള്ളതാണ്. എൻ്റെ പ്ലാനിലാണ് ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളത്, ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് റിയൽ ആയിട്ട് ഗ്രൗണ്ടിൽ നമ്മുടെ സ്കെയിൽ എത്രയായിരുന്നു? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ഈ സ്കെയിലിലേക്ക് ഞാൻ ഈ ഏരിയയെ മാറ്റി ഗ്രൗണ്ടിൽ എത്ര ഏരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്തൊരു പോർഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ARC, the Gate Kochi Hub of Kerala.